ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 6 മാസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. ഏകദേശം നവംബർ 23, നവംബർ 24 ആ ഒരു ടൈമിലെടുത്ത വീഡിയോ ആണ്. എൻ്റെ മാസ്റ്റേഴ്സ് 2026 ജൂണിൽ കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയ സമയത്ത് എനിക്ക് എങ്ങനെയും തിരുവനന്തപുരത്തേക്ക് തിരിച്ച് വന്നാൽ മതി എന്നായിരുന്നു. ആ സമയത്തായിരുന്നു KCHRൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഓപ്പർച്യൂണിറ്റി കണ്ടത്. ഞാനത് അപ്ലൈ ചെയ്യാൻ ചെയ്തു. എനിക്കത് കൺഫർമേഷൻ മെയിലും വരികയും ചെയ്തു. പക്ഷെ അവർക്ക് ഞാൻ തിരിച്ചയക്കണമായിരുന്നു, ഞാൻ വരുന്ന ഉറപ്പ് വരണമെന്ന് ഞാൻ കൺഫേം പറയണമായിരുന്നു. പക്ഷേ ട്രെയിനിങ് സെഷൻ്റെ അന്ന് ആണ് ഞാൻ അറിയുന്നത് എനിക്ക് കൺഫർമേഷൻ കിട്ടിയെന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര റിഗ്രറ്റായി. ഈശ്വരാ, എനിക്ക് കിട്ടിയില്ലല്ലോ, അയ്യോ എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ, കിട്ടിയിട്ടും പോകാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ച് എനിക്ക് ഭയങ്കര റിഗ്രറ്റായിരുന്നു. ഞാൻ അങ്ങനെ തലേദിവസം കുത്തിയിരുന്നിട്ട് ഞാൻ കുറേ മെയിലൊക്കെ അയച്ചു. പിന്നെ അവർ റിപ്ലൈ അന്ന് എന്നോട് വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പെട്ടെന്ന് വന്നു. ഹോസ്റ്റലൊക്കെ സെറ്റായി. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഇൻറ്റേൺഷിപ്പ് ഡേയുടെ വ്ളോഗായിരുന്നു ഇത്. ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്താണ് KCHR എന്നുള്ള പേര് എന്നെ കേൾക്കുന്നത്. അതേപോലെ ആർക്കൈവ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതും ആ സമയത്ത് തന്നെയാണ്. അപ്പോൾ എനിക്കതിനെ പറ്റിയിട്ട് അറിയില്ല. പക്ഷേ എന്തെങ്കിലും ആവട്ടെ, KCHRലൊക്കെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു അന്ന്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് എനിക്ക് തിരുവനന്തപുരത്തേക്ക് വരണം. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പെട്ടെന്ന് വന്ന് ഇൻറ്റേൺഷിപ്പ് തുടങ്ങിയിട്ട് 3rd ഡേ അങ്ങോട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി എന്നോട് തിരിച്ചു പോകാൻ പറയുമോ, ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇല്ലേ എന്നൊക്കെ ആലോചിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച് നേരെ അവിടെ എത്തി. ഇതായിരുന്നു കേട്ടോ ഫ്രണ്ട് പോർഷൻ. വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ എന്നാണ് ഈ ഒരു സെൻറ്ററിന് അറിയപ്പെടുന്നത്. ഇവിടെ തന്നെ KCHR അല്ലാണ്ട് ഒരുപാട് സെൻറ്റേഴ്സും ഉണ്ട് കേട്ടോ. ഇതായിരുന്നു എൻട്രൻസിൻ്റെ വഴി. ഇവിടെ സൈഡിലായിട്ട് കൂത്തമ്പലം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര വണ്ടറടിച്ച് പോയി. കാരണം ഇത്രയും വലുത് ഞാൻ കണ്ടിട്ടില്ല. ഇരിങ്ങാലക്കുട അമ്പലത്തിൽ പോയപ്പോൾ അവിടെ കൂത്തമ്പലം കണ്ടിട്ടുണ്ട്, അതേപോലെ വേറെ ചില അമ്പലത്തിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലുത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അതിനുള്ളിൽ എന്തതിന് പ്രത്യേകത എന്നൊക്കെ അറിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങ് കയറാമല്ലോ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു പിന്നെ നടന്നത്. ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും എനിക്ക് ടെൻഷൻ. ഈശ്വര, എന്നോട് തിരിച്ചു പോകാൻ പറയൂ, ഞാൻ എന്ത് ചെയ്യും, ഞാൻ നാട്ടിലേക്ക് തിരിച്ച് പോകേണ്ട വരുമോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു. അപ്പം ഞാൻ അവിടെയുള്ള ആൾക്കാരോടൊക്കെ KCHR എവിടെയും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സ്ട്രെയിറ്റ് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഈ ലെഫ്റ്റ് കാണുന്ന സ്ഥലമാണ് കേട്ടോ KCHRൻ്റെ ഓഫീസ് വരുന്നത്. അപ്പം ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ട് ഓഫീസിൻ്റെ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്ത്. അപ്പോൾ അവരെന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓക്കെ ഐശ്വര്യ, നമ്മളിവിടെ ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു, നോക്കട്ടെ, വേറൊരു സെഷനിലേക്ക് ആവശ്യമുണ്ട്, ലൈബ്രറിയിൽ അസിസ്റ്റൻ്റായിട്ടോ എന്തോ ടൈപ്പ് ചെയ്യാനായിട്ടോ ആവശ്യമുണ്ട്. അപ്പം എൻ്റെ മൈൻഡിൽ ഈശ്വര മറ്റേതിനെ കിട്ടിയില്ലല്ലോ എന്നുള്ള ടെൻഷനിലായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ കുറേ നേരം കാത്തിരുന്നതിന് ശേഷം അവരെന്നോട് പറഞ്ഞു, ഓക്കെ ഐശ്വര്യ ജോയിൻ ചെയ്തോളൂ, അറ്റൻഡൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, വരുന്ന ദിവസം അറ്റൻഡൻസ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വർക്കിന് കയറി. ഞങ്ങൾ ടോട്ടൽ 5 പേരായിരുന്നു ഇൻറ്റേൺഷിപ്പിലുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് കുറേ ജേർണൽസ് ഉണ്ടായിരുന്നു. IC ചാക്കോൻ്റെ കുറേ ജേർണൽസ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കുറേ കളക്ട് ചെയ്ത കുറേ പ്രൈമറി സോഴ്സസ്, ജേർണൽസ്, ന്യൂസ് പേപ്പേഴ്സ്, ബുക്സ്, ഇനി കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ റെഫർ ചെയ്ത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾക്ക് അവിടെ ഫുഡ് ഫ്രീ ആണ് കേട്ടോ. ഫുഡ് മാത്രമേ ഫ്രീ ഉള്ളൂ, സ്റ്റേ ഒന്നുമില്ല. സ്റ്റേ നമ്മൾ സെപ്പറേറ്റ് എടുക്കണം. ഫുഡ് നമ്മൾ അവിടെ നിന്ന് കൂപ്പൺ തരും. കൂപ്പൺ കൊണ്ടു കൊടുത്തതിന് കിട്ടും. ചോറ്, എന്തെങ്കിലും കറി, പിന്നെ ഉപ്പേരി, പിന്നെ അച്ചാർ, അങ്ങനെയൊക്കെയാണ്. ചോറ് വേണ്ടാത്തവർക്ക് അന്ന് ചപ്പാത്തി ഉണ്ടെങ്കിൽ ചപ്പാത്തി കഴിക്കാം, അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് ഫുള്ള് എന്തായിരിക്കും ഇവിടെ, ഇനി എങ്ങനെയായിരിക്കും, എത്ര നാൾ നിൽക്കണം. ഞാൻ എഴുതി കൊടുത്തത് 1 വർഷമൊക്കെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടാണ് എഴുതി കൊടുത്തത്. ഇപ്പോൾ ഫസ്റ്റ് ഭയങ്കര ക്യൂരിയസ് ആയതുകൊണ്ട് എല്ലാവരൊക്കെ ആയിട്ട് സംസാരിച്ച് ഒന്ന് വിസിറ്റ് ചെയ്യാനൊക്കെ നടന്നു. ഇതാണ് കേട്ടോ ആർക്കൈവ്സ്. ഞാൻ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഇത് അവിടെ സ്റ്റോൺ മണ്ഡപം എന്തോ ആണ്, ഡാൻസിൻ്റെ അങ്ങനെ എന്തോ റിലേറ്റ് ചെയ്തിട്ട്. പിന്നെ ഇതോ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം ലൈബ്രറി പോയിട്ട്, ഞാനങ്ങനെ വായിക്കുന്ന കൂട്ടത്തിലല്ല എങ്കിലും ഞാനൊന്ന് ലൈബ്രറിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ഞാൻ പോയി. അപ്പം ഞാൻ ജസ്റ്റ് ഇനി അഥവാ PhD ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വായിക്കാമെന്ന് വെച്ചിട്ട് ലൈബ്രറിയിലൊക്കെ കയറി ഞാൻ വായിച്ച്. അപ്പം ഞാൻ ഈ പോർച്ചുഗീസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ബുക്കാണ് കേട്ടോ എടുത്തത്. നല്ല ബുക്കായിരുന്നു. ഞാൻ എൻ്റെ ലൈബ്രറിയിൽ ഞാൻ അധികം വായിക്കാറില്ലായിരുന്നു ഞാൻ ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത്. പക്ഷേ ഇവിടെ എന്നിട്ട് എന്തൊക്കെയോ ഞാൻ മറച്ച് നോക്കി. പക്ഷേ എന്തോ ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വലിയ ഇതിലൊക്കെ ഇരുന്ന് ആസ് യൂഷ്വൽ ഫസ്റ്റ് ഡേ ആകുമ്പോൾ നമുക്ക് എല്ലാവരോടും സംസാരിക്കാനൊരു
ഒരു പ്രശ്നം ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് ഫീൽഡായിട്ടുള്ള ബന്ധപ്പെട്ട ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, അതേപോലെ ലിംഗ്വിസ്റ്റിക്സ്, അങ്ങനെ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ബുക്സൊക്കെ ഉണ്ട്. അവിടെ തന്നെ സ്റ്റഡി ടേബിളും ഉണ്ട്, നമുക്ക് അവിടെ ഇരുന്നിട്ട് പീസ്ഫുള്ളായിട്ട് വായിക്കാം. അധികം ആൾക്കാരൊന്നുമില്ല, എനിക്ക് തോന്നുന്നു PG സ്കോളേഴ്സാണ് ഇവിടെ കൂടുതലും വായിക്കാനായിട്ട് വരുന്നത്. അന്ന് നല്ല മഴയുണ്ടായിരുന്നു, അപ്പം അതുകൊണ്ട് ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് ഞങ്ങൾ വർക്കിന് കയറിയായിരുന്നു. ഒരു ഹോം റെൻ്റ് എടുത്തിട്ട് അവിടെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ വർക്ക് എന്ന് പറയണത്. അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ച് നേരെ വർക്കിനൊക്കെ കയറി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ നമുക്ക് ചായ സ്വന്തമായിട്ട് ഇട്ട് കുടിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചായയൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു. ഇതാണ് കേട്ടോ ആർക്കൈവ്സിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഞാൻ അകത്തോട്ട് കയറിയില്ല, എന്തോ പെർമിഷനൊക്കെ എന്തോ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ അകത്തോട്ടൊന്നും കയറിയില്ല. ഇതായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ ആ മണ്ഡപം. ഇവിടെ ഒരു ദിവസം എന്തോ ഒരു ഫങ്ഷനൊക്കെ നടന്നിരുന്നു, ഒരു കല്യാണമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് KCHRൻ്റെ ബോർഡായിരുന്നു. അപ്പം ഞാൻ കണ്ടപ്പോൾ ഇതവിടെ ഫ്രണ്ടിൽ തന്നെ ഇട്ട നോട്ടീസ് ബോർഡാണ്. അവിടെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മീറ്റിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സെമിനാർസൊക്കെ ഉണ്ടെങ്കിൽ ആ ബോർഡിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ ലളിതകല അക്കാദമിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ചിത്ര പ്രദർശനം ഉണ്ടായിരുന്നു, അത് കാണാനായിട്ട് പോയി. ഒരു മാം വരച്ച ചിത്രങ്ങളായിരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചിത്രങ്ങൾ എന്നൊക്കെ പറയില്ലേ, അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ. ആ മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഫോട്ടോസ് എടുക്കും, ആ ഫോട്ടോസ് റെഫർ ചെയ്തിട്ട് ആ മാം തന്നെ വരച്ച പിക്ചേഴ്സ് ആയിരുന്നു കേട്ടോ. ഒരുവിധം എല്ലാ പിക്ചേഴ്സും നല്ല പ്രൈസ് ഫ്രണ്ട്ലി ആയിരുന്നു. 2000, 1500 അങ്ങനെ പല റേറ്റിലുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം സോൾഡ് ഔട്ടായിട്ടോ. എനിക്ക് നല്ല ഇതായി, കാരണം ചിത്രപ്രദർശനം തുടങ്ങിയിട്ട് 2 days ആയപ്പോഴാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ കയറിയത്. പക്ഷെ അപ്പോഴത്തേക്കും ഈ പിക്ചേഴ്സ് എല്ലാം സോൾഡ് ഔട്ടായി. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് നാളായി, മാസങ്ങളോളമായി വ്ലോഗ് എടുത്ത് വെച്ചിട്ട്, പക്ഷേ ഇതുവരെയായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറേ പേര് എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, KCHR എങ്ങനെയാണ്, ഇൻറ്റേൺഷിപ്പ് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ. അവർക്കുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. ഇൻറ്റേൺഷിപ്പ് നല്ലതായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇൻറ്റേൺഷിപ്പിന് ഇനി ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവരുടെ മെയിൽ ID ഉണ്ടാവും. ആ മെയിൽ IDക്ക് ഒരു മെയിൽ അയച്ചാൽ മതി. അവിടെ ഇൻറ്റേൺഷിപ്പിന് വാക്കൻസി ഉണ്ടെങ്കിൽ അവർ തിരിച്ച് റിപ്ലൈ തരും കേട്ടോ. ഈ മാം ആയിരുന്നു കേട്ടോ ഈ കണ്ട പിക്ചേഴ്സ് എല്ലാം വരച്ചത്. അവിടെ ഒരു ഡോക്യുമെൻ്ററി എടുക്കുമായിരുന്നു. ഈ പിക്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നേ. പിന്നെ വേറൊരു പിക്ചർ കൂടി ഉണ്ടായിരുന്നു, നല്ല ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഉള്ളൊരു പിക്ചേഴ്സൊക്കെ കണ്ടോ. കേരള ലളിതകല അക്കാദമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ അവിടുത്തെ തീമും ഈ കാര്യങ്ങളൊക്കെ അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ വിസിറ്റ് ചെയ്ത് പിന്നെ നേരെ ഞങ്ങൾ അടുത്ത സെൻറ്ററിലേക്ക് പോയി കേട്ടോ. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് കൂത്തമ്പലം കാണാനായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ആർക്കിടെക്ചർ. അകത്തോട്ട് കയറിയപ്പോൾ ഒരു പണ്ടത്തെ ഒരു കൊട്ടാരം ഫീൽ ഉള്ളിലോട്ടൊക്കെ. നല്ല ആ ഒരു ജനലിൻ്റെ ആ ഒരു പാളി അതിലൂടെയൊക്കെ നോക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അവിടെ നെക്സ്റ്റ് ഡേ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, എന്തോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ ആൾക്കാർക്ക് അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഓപ്പൺ ആക്കിയിട്ടാണ്. അതൊന്ന് കയറാനുള്ളൊരു ഭാഗ്യം കിട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. മെയിനായിട്ട് ഇതൊക്കെ കാണാൻ പറ്റിയതിലും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിലും ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാനൊരു മാസം ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻറ്റേൺഷിപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് എനിക്ക് വേറെ വർക്ക് കിട്ടിയപ്പോൾ ഞാൻ അതിലേക്ക് തിരിഞ്ഞായിരുന്നു. ഞങ്ങൾ കൂത്തമ്പലം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് അടുത്ത സെൻറ്ററിലേക്കാണ് പോയത്. കൂത്തമ്പലം അകലെന്ന് കാണാനായിട്ട് ഇത്രയും വലുതാണ് കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്. കണ്ടോ, അവിടെ പണി നടക്കുന്നതുകൊണ്ട് അവിടെ അവർ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ശരിയാക്കുമായിരുന്നു. പിന്നെ നളന്ദ പുസ്തകശാല വിസിറ്റ് ചെയ്യാനായിട്ട് പോയിട്ട് പഴയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വ്ളോഗിൽ മിനി വ്ളോഗായിട്ട് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടാണ്. ഇവിടെ എന്താണ് സംഭവം എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. അപ്പോൾ ഞങ്ങളത് വിസിറ്റ് ചെയ്യാനായിട്ട് പോയപ്പോൾ അവിടുത്തെ മാം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അവിടെ എന്താണ് ഭാഷ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ഇതൊക്കെ നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വർക്കിന് കയറി. എനിക്കായിരുന്നു അന്ന് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഡ്യൂട്ടി അന്ന് എനിക്കായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ നേരത്തെ വർക്കിന് കയറിയ. വൈലോപ്പള്ളി സംസ്കൃതി ഭവനുള്ളത് നാളെ ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ്റെ മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തോടെ കയറി കഴിഞ്ഞാലാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്ന നമ്മുടെ മെയിൻ ഗേറ്റ് ഉള്ളത്. അപ്പം നമ്മൾ ഈ വഴി കൂടെ കയറുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. അവിടെ എന്തൊക്കെയാണുള്ളതെന്ന്, വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലാംഗ്വേജ് അങ്ങനെ ഇതെല്ലാം ടൈപ്പ് ചെയ്തിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതാ
ഇതായിരുന്നു കേട്ടോ എൻട്രി. ഞാനത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എനിക്ക് അധികം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ബാക്കിൽ എടുത്ത് വെച്ചത്. 2 വ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷേ പറ്റിയില്ലായിരുന്നു. പിന്നെ ഇത് പെട്ടെന്ന് ഇതെല്ലാം അപ്ലോഡ് ചെയ്യാമെന്ന് തോന്നിയപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണേ.